ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ സ്ത്രീകൾ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രതികരിക്കാൻ തയ്യാറാകുന്ന സ്ത്രീകൾ, പെൺകുട്ടികൾ, ഇങ്ങനെയുള്ള ആളുകളെയാകും ഒറ്റയടത്തിൽ അവരെ നാണം കെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ തീർത്തും സ്ത്രീ വിരുദ്ധത ഒക്കെ പറയുന്നതുകൊണ്ട് മാലാ പാർവതി എന്നുള്ള മുതിർന്ന നടി അല്ലെങ്കിൽ ഒരു മുതിർന്ന സ്ത്രീ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്? അക്ഷയ, ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചോട്ടെ. കേരളത്തിൽ ഏത് സ്ത്രീ വിഷയം വന്നാലും സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും ശക്തമായ നിലപാടെടുക്കുകയും മാധ്യമങ്ങളിൽ ഞാൻ അടക്കമുള്ള പുരുഷവാദികളുടെ ആക്രമണം നിരന്തരം സഹിക്കുകയും എന്നിരുന്നാലും സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന രണ്ടുപേരാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മി, ശ്രീമതി മാലാ പാർവതി. രണ്ടുപേരോടും എന്നെക്കാട്ടി മുതിർന്നവരാണ്, ബഹുമാനത്തോടെ വിയോജിക്കുകയും എന്നാൽ അവരുടെ നിലപാടുകൾ എന്നും സ്ത്രീകൾക്ക് വേണ്ടി ഉള്ളവരാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. അപ്പൊ ശ്രീമതി മാലാ പാർവതി പറഞ്ഞതിനെ ഒരു ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട് കൊടുക്കണമെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഞാൻ അക്ഷയ അയച്ചു തന്ന ഇന്റർവ്യൂ ഫുള്ള് കണ്ടു, ഓൾറെഡി ആ വാർത്ത ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ശ്രീമതി മാലാ പാർവതി വളരെ യാഥാർത്ഥ്യ ബോധത്തോടെ പലപ്പോഴും സിനിമാ മേഖലയിൽ നടക്കുന്ന കാര്യമാണ് ഇത് എന്ന് നമുക്കറിയാം. അതിനെ പെൺകുട്ടികൾ മാനേജ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധാരണയുണ്ടാക്കും. അവർ നോ പറയണം. ആ നോ പറയുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലല്ല നോ പറയേണ്ടത്. പകരം ഈ അഡ്വാൻസസ്, സെക്ഷുവൽ അഡ്വാൻസസ് റിജക്ട് ചെയ്യണം എന്നല്ലേ പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പം ഞാനൊക്കെ പുരുഷവാദിയാണ്, പക്ഷെ വിൻസിയുടെ അടക്കം കാര്യത്തിൽ വിൻസിക്ക് ശക്തമായ പിന്തുണയാണ് എനിക്ക് കിട്ടിയ അവസരങ്ങളിലെല്ലാം ഞാൻ കൊടുത്തത്. കാര്യം ഡ്രഗ്സ്, സ്ത്രീ അല്ലെങ്കിൽ ഈ സെക്ഷുവൽ അഡ്വാൻസ് ഒന്നും ഒരു കാരണവശാലും നമുക്ക് എഗ്രി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ശ്രീമതി മാലാ പാർവതി അതിന് വിരുദ്ധമായ ഒരു നിലപാട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരെ തിരിച്ച് ശ്രീമതി മാലാ പാർവതി പറഞ്ഞതിന്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ, അതിന്റെ അന്തരാർത്ഥം എന്ന് പറഞ്ഞാൽ, അങ്ങനെ പലപ്പോഴും നമുക്കറിയുന്ന കാര്യമാണ്. ഞാനത് പറയുന്നതുകൊണ്ട് ആർക്കും തെറ്റിദ്ധരിക്കരുത്. പുരുഷന്മാരുടെ ലൈംഗികത കുറച്ചുകൂടെ വൈഡും വൈൽഡുമാണ്. സ്ത്രീകളുടെ ലൈംഗികത കുറെ കൂടെ പേഴ്സണലൈസ്ഡ് ആണ്, അതായത് വ്യക്തിനിഷ്ഠമാണ്. എന്നാൽ പുരുഷന്മാരുടെ ലൈംഗികത കുറെ കൂടെ എക്സ്പാൻഡഡ് ആണ്. ഇതൊരു സയന്റിഫിക് റിയാലിറ്റിയാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് ശാസ്ത്രീയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല പുരുഷന്മാരും അങ്ങനെ പുരുഷന്മാർ ചെയ്യുന്നതിനെ ന്യായീകരിക്കുകയല്ല. അങ്ങനെ ഞരണ്ടന്മാരുണ്ടാകാം, അങ്ങനെ ഓപ്പർച്യൂണിറ്റി സീക്ക് ചെയ്യുന്നവരുണ്ടാകാം, അങ്ങനെ അവസരങ്ങൾ തേടുന്നവരുണ്ടാകാം. അങ്ങനെ ആൾക്കാർ വരുമ്പോൾ അവരെ മാറ്റണം, അവരെ വകഞ്ഞു മാറ്റണം, അവരെ അവോയ്ഡ് ചെയ്യണം എന്ന് പുരുഷന്മാരുടെ ലൈംഗികത വൈൽഡും വൈഡും ആകുമ്പോൾ അത് പുരുഷന്മാരുടെ ബലഹീനതയാണ്. അല്ലെങ്കിൽ തൊഴിലിടത്തിൽ സ്ത്രീകൾ പോയിട്ട് അവർ സ്വയം മാനേജ് ചെയ്യാനും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വഴക്കിടാതെ രമ്യമായ പ്രശ്നം പരിഹരിക്കുകയാണോ ചെയ്യേണ്ടത്? അതെന്തൊരു വാദമാണ് ശ്രീ രാഹുൽ ഈശ്വർ? അല്ല അക്ഷയ, ഇതൊരു വാദമല്ല, ഇതൊരു ശാസ്ത്രീയ സത്യമാണ്. ശാസ്ത്രീയ സത്യമായിക്കോട്ടെ. അത് പുരുഷന് ഒരു തൊഴിലിടത്തിൽ വരെ ഒരു സ്ത്രീയോട് ആ തരത്തിൽ പെരുമാറുന്നുണ്ടെങ്കിൽ അത് അയാളുടെ പ്രശ്നമാണല്ലോ, സ്ത്രീയുടെ പ്രശ്നമല്ലല്ലോ. അയാളുടെ പ്രശ്നം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അതായത് അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ പുസ്തകങ്ങളെല്ലാം പറയുന്നത് പുരുഷന്റെ കണ്ണിന് മാന്യത വേണം, എന്നിട്ടാണ് പറയുന്നത് സ്ത്രീയുടെ വസ്ത്രധാരണത്തിന് മാന്യത വേണം. നമ്മുടെ വിശുദ്ധ പുസ്തകങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ, ബൈബിളും ഖുറാനും അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു ഗ്രന്ഥങ്ങളും എടുത്തു നോക്കിയാൽ പറയുന്നത്, ആദ്യ വരി എന്ന് പറയുന്നത് പുരുഷന്റെ കണ്ണിന് മാന്യത വേണം, അവന്റെ പ്രവൃത്തിക്ക് മാന്യത വേണം. അതിനുശേഷമാണ് സ്ത്രീ മാന്യതയെ കുറിച്ച് പോലും പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാലാ പാർവതിജി ഉദ്ദേശിച്ച വിഷയം എന്താ? പലപ്പോഴും ഈ രീതിയിൽ അങ്ങനെ അഡ്വാൻസസ് ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകാറില്ലേ, നമുക്കറിയില്ലേ? അപ്പൊ സ്ത്രീ എങ്ങനെ റിയാക്ട് ചെയ്യണം? ഓരോ കാര്യത്തിനും ഓവർ റിയാക്ഷൻ എന്ന് പറയാതെ, എന്നാൽ അവൻ മാറിപ്പോന്ന് പറയുന്ന രീതി റിജക്ട് ചെയ്യണം. ഇവിടെ വിൻസി പോലും കാണിച്ചതിലൊരു മിതത്വമില്ലേ? വിൻസി കാണിച്ചതിന് ഇത്രയും പിന്തുണ കിട്ടി എന്തുകൊണ്ടാണ്? വിൻസി പരാതി കൊടുത്തപ്പോൾ സിനിമയുടെ പേര് വരാതിരിക്കാൻ ശ്രമിച്ചു, ആളുടെ പേര് വരാതിരിക്കാൻ ശ്രമിച്ചു. എന്തുകൊണ്ടാ? ആ സിനിമയ്ക്ക് ദോഷം ഉണ്ടാകരുത് എന്നൊരു ശ്രദ്ധ കൂടി വിൻസി കാണിച്ചു. ഈ രീതിയിൽ ഇങ്ങനെ സെക്ഷുവൽ അഡ്വാൻസസ് ഉണ്ടാകുമ്പോൾ, ലൈംഗിക താല്പര്യത്തോടെ പുരുഷൻ അപ്രോച്ച് ചെയ്യുമ്പോൾ അവനെ മാനേജ് ചെയ്ത് അകറ്റിവിടാൻ കഴിയണമെന്നും, എല്ലാ കാര്യത്തിനും കംപ്ലൈന്റ് റിയലിസ്റ്റിക് ആവില്ല. പ്രത്യേകിച്ച് ഏത് മേഖലയാണെങ്കിലും നമുക്കറിയുന്ന കാര്യമാണ്. സിനിമാ മേഖലയിലോ ബാക്കി ഏതെങ്കിലും മേഖലയിലോ അങ്ങനെ അഡ്വാൻസിങ് ഉണ്ടാകുമ്പോൾ, ഡേറ്റിന് വിളിക്കുമ്പോൾ, മുട്ടാൻ നോക്കുമ്പോൾ, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ മുട്ടാനോ ഹിറ്റ്-ഓൺ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ശ്രമിക്കുമ്പോൾ, പെൺകുട്ടിക്ക് അത് മാറിപ്പോകാൻ ഒരു സ്കില്ല് വേണം. ഒരു ശക്തമായിട്ടല്ലേ പറഞ്ഞത്, ലോറിയിൽ മാറിപ്പോകാൻ സ്കില്ലാണോ വേണ്ടത്? അവിടെ പ്രതികരിച്ച് വീണ്ടും ഒരു മുട്ടൽ ഉണ്ടാകാതിരിക്കുന്ന തരത്തിലുള്ള നിലപാട് ഒരു സ്ത്രീ സ്വീകരിക്കുകയാണോ വേണ്ടത്? നോ പറയുന്നതിന് നന്നായി പറയണമെന്നല്ലേ അവർ പറഞ്ഞുള്ളൂ. മാലാ പാർവതിജി പറഞ്ഞതിന്റെ ആത്മാംശം എന്താ? നോ പറയുന്നത് പ്രശ്നം ഉണ്ടാക്കി. ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്ക് അത് രമ്യമായി അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മറുപടി പറയാനാവുക? ഞാൻ സീരിയസ്ലി പറയാണ്. പക്ഷേ ഈ സിനിമ പോലെ ആർട്ട് പോലുള്ള രംഗങ്ങളിൽ ഈ വ്യക്തികളും അല്ലെങ്കിൽ അവരുടെ അവസരങ്ങളും ഒക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ പല പെൺകുട്ടികളും, ഞാൻ സത്യസന്ധമായി പറയുന്നതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്, ഇവർ പ്രശ്നക്കാരികളാണെന്ന് ചിത്രീകരിച്ചാൽ ഇവർക്ക് ആ രംഗത്ത് നിലനിൽക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും. ചെല്ലുന്ന എല്ലാ കാര്യത്തിലും ഡ്രാമ ക്വീൻ എന്ന് വിളി കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ ചെല്ലുന്ന തൊട്ടതിനും പിടിച്ചതിനും ഇവർ കുറ്റം പറയുന്നെന്ന് കേൾക്കേണ്ടി വരും. ഇത് ടി വി പറയുമ്പോൾ കേൾക്കുമ്പോൾ വലിയ സൗന്ദര്യമോ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ വലിയ ഗുണവും കാണില്ല. പക്ഷേ റിയലിസ്റ്റിക്കലി ഈ മേഖലയിൽ നിൽക്കുന്നവർക്കറിയാം അങ്ങനെ പെൺകുട്ടി പ്രശ്നക്കാരിയാണെന്ന് വരികയാണ്
ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അവൾക്ക് ആ മേഖലയിൽ പുരോഗതി ഉണ്ടാകില്ല. എന്നാൽ അവളുടെ വാല്യൂസ് കോംപ്രമൈസ് ചെയ്യരുത്, ആത്മാഭിമാനം കോംപ്രമൈസ് ചെയ്യരുത്, ഒരു കാരണവശാലും അങ്ങനെ ഒരു പ്രഡേറ്റർക്കും ഒരു വേട്ടക്കാരനും നിന്നു കൊടുക്കുകയും ചെയ്യരുത്. അപ്പോൾ മാലാപാർവതി പറഞ്ഞത് അതിന്റെ കൃത്യമായ ഒരു മധ്യമാർഗമാണ്. വരുന്ന എല്ലാ ആഭാസന്മാരും ഇങ്ങനെ പല ആൾക്കാരും വരും. നമ്മൾ വഴിയിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് കല്ലും മുള്ളും കാടില്ലേ, നമ്മൾ ചെരുപ്പിട്ടുകൊണ്ടല്ലേ ഇറങ്ങുന്നത്. ഈ വഴിയിലെ എല്ലാ കല്ലും മുള്ളും ഈ എന്താ പറയുക തൂത്തു മാറ്റിയിട്ട് മാത്രമേ നമ്മൾ വഴിയിൽ ഇറങ്ങൂ എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് ആണ്. പകരം നമ്മൾ നല്ല ഷൂ ഇട്ട് ഇറങ്ങുക എന്ന് പറയുന്ന പ്രായോഗികമായ തത്വം, അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ യു കനോട്ട് ചേഞ്ച് ദ ടൈഡ്സ് ബട്ട് യു ക്യാൻ ലേൺ ടു സ്വിം. നിങ്ങൾക്ക് ഒരു പക്ഷേ തിരകളെ ഇല്ലാതാക്കാൻ കഴിയില്ല, പക്ഷേ നിങ്ങൾക്ക് നന്നായി നീന്താൻ പഠിക്കാം എന്ന് പറയുന്നത് ടി വിയിൽ ആരും പറയില്ലായിരിക്കും. പക്ഷേ വ്യക്തിപരമായി പല ആൾക്കാരും, പ്രത്യേകിച്ച് മുതിർന്ന തിരകളെ സ്ത്രീകൾ, ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇവിടെ ഭരണകൂടം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മുന്നോട്ട് വരൂ, തുറന്നു പറയൂ എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കിവിടെ ഉണ്ട്. ആ തരത്തിൽ നമ്മൾ നീങ്ങുമ്പോൾ ഈ തിരകളെയൊക്കെ വീണ്ടും വളരാൻ, വലിയ തിരകളാക്കി മാറ്റാൻ നമ്മൾ അവസരം ഒരുക്കി കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല അക്ഷയ, തിരകൾ ഉണ്ടാകും. അത് ശരിയാണെന്നോ തെറ്റാണെന്നോ അല്ല പറയുന്നത്. ലോക ചരിത്രം എടുത്തു നോക്കൂ, പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് തെറ്റായ സമീപനങ്ങളുണ്ട്. ഞങ്ങൾ പുരുഷന്മാരുടെ തെറ്റാണ്. ഞങ്ങളെ എല്ലാവരെയും നന്നാക്കിയിട്ട് സ്ത്രീ സുരക്ഷയ്ക്ക് അവസരം ഉണ്ടാക്കാൻ കഴിയുമോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അടക്കമുള്ളവർ പറയുന്നത്, അതായത് മോളെ വൈകിട്ട് നീ വെളിയിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചു പോകണം. എന്നോട് തന്നെ ഒരുപാട് ഫെമിനിസ്റ്റ് സുഹൃത്തുക്കൾ ചൂടായിട്ടുണ്ട്. ഞങ്ങൾ വൈകിട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങളാണോ ശ്രദ്ധിക്കേണ്ടത്, പുരുഷന്മാരാണോ ശ്രദ്ധിക്കേണ്ടത്? ഞാനിപ്പം ദുബായിലാണ്. ദുബായിൽ രാത്രി ഇറങ്ങിയാൽ കുഴപ്പമില്ല, എല്ലായിടത്തും CCTV ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇറങ്ങിയാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഒരുപാട് ആഭാസന്മാർ ഈ ലോകത്തുണ്ട്. ഇവരെ എല്ലാം നന്നാക്കിയിട്ട് നമ്മുടെ സ്ത്രീകൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമോ? അതുകൊണ്ട് ആഭാസന്മാരെ അവോയ്ഡ് ചെയ്യണം എന്ന് ഭംഗ്യന്തരേണ മാലാപാർവതി പറഞ്ഞതിനെ എന്ത് ഭംഗിയാണ് അതിൽ പറഞ്ഞു വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.